എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് പ്രധാനമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് മണ്ണിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മണ്ണിനെ കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് അല്ലേ? അതായത് കൃഷിയെ സ്നേഹിക്കാത്തവര് ആരും ഉണ്ടാവില്ല. അത്യാവശ്യം കൃഷി ചെയ്യുന്ന കർഷകരുണ്ടാവും. കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ. ആ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും മണ്ണിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയണം. എന്താണ് മണ്ണ്, മണ്ണിന്റെ ജീവൻ എന്താണ്, മണ്ണിന്റെ ഘടന എന്താണ്, മണ്ണിലെ സൂക്ഷ്മാണു ജീവികൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മണ്ണിന്റെ ഘടനയാണ് കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിലെ നമ്മുടെ മണ്ണിന്റെ കളർ എന്ന് പറഞ്ഞ കറുത്ത കളറാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മണ്ണിന്റെ കളർ കറുപ്പിൽ നിന്ന് മാറി ചുമപ്പിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ പറമ്പിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണ് കറുത്ത കളറുള്ള മണ്ണ് ചുമപ്പിലേക്ക് മാറിയതെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമിതമായും അശാസ്ത്രീയമായും നമ്മൾ ഉപയോഗിക്കുന്ന വളപ്രയോഗമാണ്. മാത്രമല്ല തെറ്റിവരുന്ന കാലാവസ്ഥ അല്ലെ, അനുകൂലമല്ലാത്ത കാലാവസ്ഥയും ഇതിന് പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നു. ഒന്നാമത് ഞാൻ പറയുന്നത്, ഒരു കർഷകൻ എപ്പോഴും കൃഷി ചെയ്യേണ്ടത് ക്ഷാരഗുണമുള്ള മണ്ണിലായിരിക്കണം. അതായത് മണ്ണിന് രണ്ട് തരം സ്വഭാവമുണ്ട്, അമ്ലഗുണവും ക്ഷാരഗുണവും. അമ്ലഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പുളിപ്പരസമാണ്. ശരിക്കും ഒരു യഥാർത്ഥ കർഷകന് ഒരു നുള്ളു മണ്ണ് വായിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുളിപ്പ് രസം മനസ്സിലാകും എന്നാണ് പറയുന്നത്. അത് പണ്ട് കാലങ്ങളിലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മണ്ണ് വായിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും ഇന്ന് മണ്ണിന്റെ ഘടന മാറി, മണ്ണിൽ വിഷാംശം അല്ലെങ്കിൽ അമിതമായും അശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന രാസവളവും കാര്യങ്ങളൊക്കെ മണ്ണിലെ ആയതുകൊണ്ട് തന്നെ നമുക്കത് വായിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. മാത്രമല്ല ക്ഷാരഗുണമുള്ള മണ്ണെന്ന് പറയുമ്പോൾ എപ്പോഴും ആൽക്കലൈൻ സ്വഭാവമായിരിക്കും നമ്മുടെ മണ്ണിന്. പക്ഷെ ഇന്ന് കേരളത്തിലെ മണ്ണിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണ് കേരളത്തിലെ ഭൂരിഭാഗം മണ്ണും അല്ലെങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം കർഷകരുടെ പറമ്പിലും കാണിക്കുന്നത്. അതുകൊണ്ട് മണ്ണിനെ ആദ്യം അസിഡിറ്റിയിൽ നിന്ന് ആൽക്കലൈൻ രൂപത്തിലേക്ക്, ക്ഷാരഗുണത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മണ്ണിന്റെ ജീവൻ. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നമ്മുടെ മണ്ണിന് ജീവനുണ്ടോ എന്നുള്ളത്. അല്ല, ഞാൻ പല ക്ലാസ്സുകളിലും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മണ്ണിന് ജീവനുണ്ടോ? പക്ഷെ ജീവനുള്ള ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ മണ്ണിന്. ജീവൻ ഉള്ളത് കൊണ്ടാണ് ഒരു വിത്തിട്ട് കൊടുത്താൽ അത് മുളച്ച് ഒരു കായായിട്ട് മാറുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ മണ്ണിന്റെ ഘടന എന്ന് പറഞ്ഞ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടേത്. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ, മെഡിക്കൽ കോളേജ് ICUവിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാണ് നമ്മുടെ മണ്ണ്. ഏത് സമയവും പൂർണ്ണമായിട്ട് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ മണ്ണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ അങ്ങനെയുള്ള രോഗികൾക്ക് എന്താ ചെയ്യുന്നത്? ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, കൃത്യമായ ഒരു ചികിത്സ കൊടുത്തുകൊണ്ട് ആ രോഗിയെ രക്ഷിക്കുക. നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ രോഗി ആരാണ്? നമ്മുടെ മണ്ണാണ്. ആ മണ്ണിനെ നമ്മൾ ജീവൻ തിരിച്ചു കൊടുക്കണമെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മണ്ണിലേക്ക് ജൈവാംശം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ജൈവാംശം? ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഒരു പിടി മണ്ണ് ഞാനിപ്പോ കയ്യിലെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കളർ അത്യാവശ്യം നല്ല കറുപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ കറുപ്പ് നമ്മുടെ മണ്ണിന് കിട്ടണമെങ്കിൽ മണ്ണിൽ പ്രധാനമായിട്ടും വേണ്ടത് ജൈവാംശമാണ്. അപ്പൊ എന്താണ് ജൈവാംശം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? അപ്പൊ നമുക്കറിയാം, ഈ പറമ്പിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തെങ്ങ്, ഈ തെങ്ങിന്റെ തേങ്ങ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. ആ തേങ്ങ മാത്രം നമ്മൾ എടുത്ത് അതിന്റെ ഓലയും മടലും ചപ്പും ചവറും ഒക്കെ ആ തെങ്ങിന് തന്നെ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള ജൈവാംശം മണ്ണിലേക്ക് ചേരുന്നു. എന്ന് വെച്ചാൽ ഒരു കരിയില പോലും കത്തിച്ച് കളയാതെ, നമ്മുടെ പറമ്പിലും നമ്മുടെ മുറ്റത്തൊക്കെ വീഴുന്ന കരിയില നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? അടിച്ചു വാരി കത്തിച്ച് അതിന്റെ ചാരമാണ് നമ്മൾ പറമ്പിലേക്ക് കൊണ്ടിടുന്നത്. അങ്ങനെ കൊണ്ടിടുന്ന സമയത്ത് അതിൽ കാർബൺ പ്രകാശമായിട്ടും ചൂടായിട്ടും നഷ്ടപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ആ കരിയില അല്ലെ, നമ്മൾ അടിച്ചുകൂട്ടി വാരുന്ന കരിയില ആയാലും നമ്മുടെ പറമ്പിലേക്ക് വീഴുന്ന കരിയില ആയാലും അതേപടി നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് എപ്പോഴാണോ മണ്ണിലേക്ക് അഴുകി ചേരുന്നത്, ഒരു മരത്തിന്റെ കായും പൂവും തണ്ടും തടിയും ഒക്കെ പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേരുമ്പോഴാണ് മണ്ണിൽ എന്തുണ്ടാകുന്നത്? ജൈവാംശമുള്ള മണ്ണായി നമ്മുടെ മണ്ണ് മാറുന്നത്. അങ്ങനെ ഒരു മണ്ണിനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടു പോയ ജീവൻ മണ്ണിന്റെ തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ സൂക്ഷ്മജീവികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആരാണ് സൂക്ഷ്മജീവികൾ? പണ്ട് കാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? കർഷകന്റെ ഉഴവുകാരനാണ് മണ്ണിര എന്നുള്ളത് അല്ലെ. മണ്ണിരയും സൂക്ഷ്മജീവികളുമാണ് കർഷകന് മണ്ണിൽ അല്ലെങ്കിൽ മണ്ണിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന സൂക്ഷ്മജീവികൾ. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അതിനെ പാകപ്പെടുത്തി ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാരാണ് മണ്ണിലെയും സൂക്ഷ്മജീവികളും. അവർ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ മണ്ണിൽ ജൈവാംശം നിർബന്ധമായിട്ടും വേണം. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് കാർബൺ ആണ് അല്ലെ. ജൈവ കാർബൺ അല്ലെങ്കിൽ ഓർഗാനിക് കാർബൺ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. ആ കാർബൺ മണ്ണിലേക്ക് വേണമെങ്കിൽ തീർച്ചയായും മണ്ണിൽ ജൈവാംശം കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ നേരത്തെ വാരിയ മണ്ണ് ഏകദേശം നമുക്കറിയാം ഒരു 50 ഗ്രാം മണ്ണ് നമ്മുടെ കയ്യിലുണ്ടാവും.
ഈ 50 ഗ്രാം മണ്ണിൽ ഏകദേശം 10,000 തരം സൂക്ഷ്മജീവികൾ ഉണ്ട്. അതുകൂടി നമ്മൾ അറിയണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മജീവികൾ ഈ മണ്ണിലുണ്ട്. ഇവരാണ് മണ്ണിനെ ഉഴുത് മറിച്ച് ആവശ്യമുള്ള വളത്തെ പാകപ്പെടുത്തി ചെടികൾക്ക് കൊടുക്കുന്നത്. ഇവര് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ജൈവാംശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അമിതമായും അശാസ്ത്രീയമായുള്ള വളപ്രയോഗം നമ്മൾ പൂർണ്ണമായും തടയുകയും ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സൂര്യപ്രകാശം ഒരിക്കലും നേരിട്ട് മണ്ണിലേക്ക് പതിക്കരുത്. കാരണം മണ്ണിലെ കാർബൺ നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, മഴവെള്ളം നേരിട്ട് മണ്ണിലേക്ക് പതിക്കരുത്. കാരണം ഒന്നാമതേ നമ്മുടെ മണ്ണ് പുളിപ്പരസം ഉള്ള മണ്ണാണ്. മഴവെള്ളം നേരിട്ട് പതിക്കുകയാണെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയും മണ്ണ് കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ നേരിട്ട് മണ്ണ് വീണ്ടും വീണ്ടും അസിഡിറ്റിയിലേക്ക് മാറും. അപ്പൊ ഇത് രണ്ടും ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നിറയെ ജൈവ പൊതയിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് പൊതയിട്ട് കൊടുത്താൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അതായത് മണ്ണിലുള്ളതേ മരത്തിൽ വിളയൂ എന്ന് കാരണവന്മാർ പണ്ട് കാലങ്ങളിൽ പറയുന്നതാണ്. അപ്പൊ മണ്ണ് റെഡിയാക്കാതെ നമ്മൾ ബാക്കിയുള്ള കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ വിളവ് കുറയുന്നതിന് പ്രധാന ഒരു കാരണമാകുന്നു. നമുക്കറിയാം, നമ്മളൊരു വീട് എടുക്കുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എപ്പോഴും തറയായിരിക്കും അല്ലെ. ആ അടിത്തറ ഉറച്ചതാണെങ്കിൽ മാത്രമേ അവിടെ ചുമരിനും മേൽക്കൂരയ്ക്ക് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് കൃഷിയുടെ കാര്യവും. കൃഷിയുടെ കാര്യത്തിൽ മണ്ണ് റെഡിയാണെങ്കിൽ മാത്രമേ അവിടെ കൃഷി ചെയ്യാനും അതിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാനും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.